അങ്ങനെ വാസണ്ണൻ എന്നെ മറ്റൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിയാക്ട് ചെയ്യണം. എന്തായാലും എനിക്ക് പിന്നത്തേക്ക് വെച്ചിട്ടുള്ള ശീലമില്ല. എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. എന്താ പഠിപ്പിച്ചറിയോ? മാതാ പിത വിജയണ്ണൻ ഉയർ. അതെന്താ അറിയോ? എടാ ചന്ദ്ര, നീ എന്താ പറഞ്ഞ? തലയോട്ടിന്നോ? മോനെ, നീ എന്നെ കൊണ്ട് അടുത്തൊരു പിക്ക് ഇറപ്പിക്കരുത്, ഓക്കെ? സായോപ്പിന്റെ ഒക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഇറക്കണ്ട വിചാരിച്ചിട്ടാ. പക്ഷെ നീ എന്നെ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ, ഓക്കെ? എൻ്റെ ആർമി അറിഞ്ഞാൽ പിന്നെ വേറെ വിഷയമാവും. അപ്പോൾ വേണ്ട വേണ്ട വിചാരിച്ചിട്ടാ ചന്ദ്ര. പിന്നെ ഇതൊക്കെ പറയാൻ രണ്ട് പറയണ്ടേ? പിന്നെ ആരാണ് പഠിപ്പിച്ചത്? അവന്റെ അച്ഛനാ? അതേടാ ചന്ദ്ര, അച്ഛന്റെ സ്ഥാനം പോലുള്ള വിജയണ്ണൻ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാതാപിതാ വിജയണ്ണ. അത് നിനക്ക് നീ വിജയണ്ണൻ ഫാനൊന്നല്ലല്ലോ. എന്നാ മിണ്ടായിരിക്കട്ടോ, മിണ്ടായിരിക്കും. കൂടുതൽ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നാവ് ഇങ്ങനെ തരിക്കും. പക്ഷെ ഞാൻ മാന്യനായോണ്ട് ചന്ദ്ര നീ രക്ഷപ്പെട്ട് കേട്ടടാ. മാതാപിതാ ഗുരു ദൈവം തന്നെയാണ്. അത് ആര് പഠിപ്പിച്ചാലും അങ്ങനെ തന്നെയാണത്. അതിന് മാറ്റമൊന്നുമില്ല. ഒരാളെ ഇഷ്ടമാവുന്നതൊക്കെ ഓക്കെയാണ്. ഇങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പ്രാന്തായി പോരുത്. മാതാപിതാ വിജയണ്ണനോ? വാസണ്ണ, നിങ്ങൾക്കിത് മനസ്സിലാവാത്തോണ്ടാണ്. വിജയണ്ണ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മാതാപിതാ വിജയണ്ണൻ. നിങ്ങൾ ഇങ്ങനെ ഈ ചന്ദ്രനെ പോലെ പൊട്ടത്തരം പറയല്ലേ. എന്താണ് വിജയണ്ണ ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ഒരാളെ റെസ്പെക്ട് ചെയ്യണം, നല്ല 4 ചന്ദ്രനെ പോലെ കയറി 4 തെറി പറയുക, അടിക്കാനുള്ളത് കാണിക്കാതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളെ മാന്യത വിജയണ്ണനെ പറയിപ്പിക്കരുത് എന്നുള്ള ഒരു രീതിയിൽ തന്നെ നമ്മൾ പോകുന്നത് കേട്ടോ. ഇതടാ അളിയ, ഇത് റേജ് ബൈറ്റ് ആടാ. നീ ഇതില് വീടല്ലേ അളിയ? ഇത് 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 ടോപ്പ് നോച്ച് റേജ് ബൈറ്റ് ആ, മനസ്സിലായ? വാസണ്ണ താങ്ക് യു. വാസണ്ണ എന്താ പറഞ്ഞാറോ? റേഞ്ച് വീറ്റ് 5-ലാണ് ഞാനുള്ളത്. നിന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ട് ചന്ദ്ര? മനസ്സിലാക്കി, പുള്ളിക്ക് മനസ്സിലായി. പുള്ളി റേഞ്ച്, എൻ്റെ റേഞ്ച് 5-ല് 5 സ്റ്റാറാ തന്നിരിക്കുന്നത്. അത് നിനക്ക് പറഞ്ഞിട്ട് കാര്യമില്ലടാ, റേഞ്ച് ഇല്ലാത്തവനെ. എടാ ഇവനെ അറിയാം. ഇവൻ വിജയുടെ ഇത്ര ഡൈഹാർഡ് ഫാൻ ഒന്നുമല്ല. ഇവ വിജയുടെ പടം ഇറങ്ങിയ പോലും 10ാമത്തെ ദിവസം കാണുന്നവനാ, മനസ്സിലായ? ഉറപ്പാണ് അളി. ഇതൊക്കെ പറ്റി ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിട്ടാണ് വിജയ് ഫാൻസ് വരെ ഇവനെ തള്ളക്കി വിളിച്ചോണ്ടിരിക്കുന്ന അടുത്തിനാണ്. അപ്പൊ നീ ഈ റേജ് ബൈറ്റ് പോയി വീടല്ലേ? ഇത് പക്ക റേജ് ബൈറ്റ് ഇത്. അണ്ണാന്ന് വിളിച്ച നാവുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. സത്യം പറഞ്ഞാല് എന്റെ വാസണ്ണ, വിജയണ്ണന്റെ പടല്ലേ ഇവിടെ ഏതിറങ്ങിയാലും ഞാൻ തലേ ദിവസം തന്നെ തിയേറ്ററിലാണ് കിടന്നുറങ്ങാറ്, അല്ലാതെ വീട്ടില് കുത്തിരിക്കാറില്ല കേട്ടോ. ഞാൻ അണ്ണനോടാരെ പറഞ്ഞ 10 ദിവസം കഴിഞ്ഞിട്ട പോലെ എന്നോട് വിജയണ്ണന്റെ ഏത് പടം ചോദിച്ചാലും ഞാൻ സ്പോട്ടിൽ പറയൂ കേട്ടോ. അല്ലാതെ ഇതിപ്പോ ഉണ്ണിക്കണ്ണനെ പോലെ എന്താ പറഞ്ഞാൽ ഒരു സിനിമ വേലായുധം കത്തി ഇത് ജനനായകതല്ല പറയും. ഞാൻ ഏത് പടം പറയും വിജയണ്ണന്റെ ചോദിച്ചാല് കേട്ടോ. ഡൈഹാർഡ് ഫാനാ കേട്ടോ. അവസാനം ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ ഡിസ്കോഡ് എന്നൊക്കെ പറഞ്ഞ അറിയാമെന്ന് എനിക്ക് അറിയാം. അതിലേക്ക് കയറി വന്നതാണ് ഈ ചന്ദ്രൻ ഗെയിമർ ഗെയിമിംഗ്. പുള്ളിയുടെ അഭിപ്രായങ്ങൾ മുഖം കാണിച്ച് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് എന്റെ തത്സമയത്തിൽ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്. പൊന്നു വാസണ്ണ, എനിക്ക് ഈ ഡിസ്കോഡ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. ആ കമ്പ്യൂട്ടറിൽ CD ഇടുന്ന സംഗതിയല്ല. അതിലൂടെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ഡിസ്കോഡും പിന്നെ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ഇതിലുള്ള സംഗതി എനിക്കറിയാം. ഇതൊന്നും ഞാൻ അറിയാത്ത ആളല്ല, ഞാൻ അത്ര പൊട്ടണമെന്നല്ല. പിന്നെ ചന്ദ്രൻ നിങ്ങൾ പറഞ്ഞ പോലെ ഓന് ധൈര്യമില്ല. ഓന് വളഞ്ഞു കുത്തിയിട്ടുള്ള ഒരു ഇതുള്ളൂ. ഓന് അങ്ങനെ എൻ്റെ മുന്നിൽ നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. അതല്ലേ അണ്ണൻ്റെ മുന്നിലേക്ക് വന്നത്. പക്ഷെ അണ്ണന് മനസ്സിലായി എൻ്റെ റേഞ്ച് വീറ്റ് എത്രത്തോളം ഉണ്ട്. എനിക്ക് പേടിയാണ്, എനിക്ക് പേടിയാ കേട്ടടാ. ചന്ദ്രൻ, ശരത്തെ, വാസണ്ണന് വരെ എന്നെ പേടിയാണെന്ന്. എന്തേ നിങ്ങൾ അണ്ണനെ വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കിയ അണ്ണനെ വരെ എന്നെ പേടിയാണെന്ന്. എൻ്റെ ആർമി എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ. എൻ്റെ റേഞ്ച് വീട്ട് എത്രത്തോളം ഉണ്ട് പുള്ളിക്ക് അറിയാം, നിങ്ങൾക്ക് അറിയില്ലല്ലോ കിഴങ്ങന്മാര്. നീ 17,000 പേര് TV കാണുന്ന സ്ട്രീമാ എന്റെ. അപ്പൊ കൊല്ലത്തുള്ള എല്ലാവരും അങ്ങനെ അല്ല മിഥുനണ്ണ. ചില ആൾക്കാർക്ക് അടി ഉണ്ടാകുന്നതേ ഉള്ളൂ. പൊന്നു വാസണ്ണ, നിങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് കൊല്ലത്തുള്ള എല്ലാരും ഇല്ല. കൊല്ലത്തുള്ള ഇതുപോലെ 2 ഉണ്ട്, ചന്ദ്രനും ശരത്തും. ഇവരെ ഉദ്ദേശിച്ചത്. ചെറിയ പിള്ളേരെ പോലെ പപ്പടത്തിനടി ലേസിനടി ഇവരെ ഞാൻ ചെറിയ കാര്യത്തിനടി. ഞാൻ നിങ്ങളെ ഫാനാണ്, ഗെയിമിങ്ങിൽ നിങ്ങളെ ഫാനാണ്. മനസ്സിലായി? നിങ്ങളെ ഇഷ്ടമാണ്
നിങ്ങളോട് എനിക്ക് ഒട്ടേറ്റില്ല. പക്ഷെ ഇവരെ ഞാൻ വിടൂല ചന്ദ്രനും ചേർത്തിനെയും. വാസണ മുത്ത വെച്ച് നാണേ കേൾക്കാൻ മാട്ടാ. നീനെ പെച്ച് കേൾക്കാൻ മാട്ടോ. എന്നടാ ഇത് റേസ് വെയിറ്റ് ആകുമോ ഇത്? ഒന്ന് ശരത്തെ ഈനാമ്പേച്ചി മരപ്പട്ടി എന്നല്ല ഉദ്ദേശിച്ചത്. വിജയണ്ണന്റെ പോക്കിന് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്താ പറഞ്ഞറിയോ? നീയേ പേച്ച് ഞാനേ കേൾക്കാൻ മാട്ടെ. നീ പറയുന്നത് ഇനി ഞാൻ കേൾക്കാൻ മാട്ടെ. നീ ഇങ്ങനെ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. എടാ നീ ഒരു ഫാനല്ല. ഇവനല്ല പറഞ്ഞ പാലഭിഷേകം ചെയ്തിട്ടുണ്ട് അതുണ്ട്. നീ ഫാനല്ല. ഇവനാണ് എന്താ പറയാ ഈകളെ വാസുണ്ണ. അവൻ ഫേക്ക് ഫാനാണ്. മനസ്സിലാക്കുക. അപ്പൊ മനസ്സിലായില്ലേ വിജയണ്ണ ഉയര്? അപ്പം വേറൊന്നും പറയല്ല. വാസണ്ണ ഉയരാണ്. അത്രേ ഉള്ളൂ. നോ 8 വാസണ്ണ.